വാർത്തകൾ വിശദാംശങ്ങളിലേക്ക്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സുപ്രധാന സൈനിക കരാറിന് നീക്കം. യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മാണത്തിന് അമേരിക്ക ഇന്ത്യക്ക് സാങ്കേതിക സഹായം നൽകും. യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മിക്കാൻ അമേരിക്കൻ കമ്പനി ജനറൽ ഇലക്ട്രിക്കൽസ് എയ്റോസ്പേസ് ഇന്ത്യക്ക് സാങ്കേതിക സഹായം നൽകും. വിവരങ്ങളുമായി ആതിര ചേരുന്നു. ആതിര, എന്താണ് ഈ ഒരു പ്രതിരോധ സുപ്രധാന കരാറിൽ ഉൾപ്പെടുന്നത്? ഫിജി ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ കരാറിനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ കരാറിൽ ഏർപ്പെടുന്നത്. കാരണം ഇന്ത്യ മുൻപും അമേരിക്ക ഇന്ത്യക്ക് യുദ്ധവിമാനങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും യുദ്ധവിമാനങ്ങൾ അമേരിക്കയുടെ പക്കൽ നിന്നും ഇന്ത്യ വാങ്ങാറില്ല. F-16, 17 ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ സ്പെയർ പാർട്സ് ഉൾപ്പെടെ ലഭിക്കാത്തത് മൂലം, അല്ലെങ്കിൽ ലഭിക്കാനുള്ള താമസം മൂലം ഇന്ത്യ അമേരിക്കയിൽ നിന്നും ഇതുവരെ യുദ്ധവിമാനങ്ങൾ വാങ്ങിയില്ല. അത്തരത്തിൽ നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ കരാറിലാണ് മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിനിടെ തീരുമാനമായത് എന്ന് വേണം പറയാൻ. വാഷിംഗ്ടണിൽ ജനറൽ ഇലക്ട്രിക്കൽസ് ചെയർമാൻ ലോറൻസ് കൽബ് ജൂനിയറുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം വന്നിട്ടുള്ളത്. GE ചെയർമാൻ തന്നെ ഈ ഒരു കരാറിനെ ചരിത്രപരമായ ഒരു കരാർ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. കരാറിൽ പറയുന്നത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന യുദ്ധവിമാനമാണ് തേജസ്. ഇതിൻ്റെ 2ാം തലമുറ MK2 വിമാനങ്ങൾക്കുള്ള എഞ്ചിൻ നിർമ്മിക്കാൻ ജനറൽ ഇലക്ട്രിക്കൽസ് ഇന്ത്യയെ സഹായിക്കും എന്നാണ് ഈ കരാറിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയിട്ടുള്ളത്. MK2 വേണ്ടി GEയുടെ F414 എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിനായി ഇന്ത്യയെ ജനറൽ ഇലക്ട്രിക്കൽ സഹായിക്കും. അതിനുവേണ്ടിയിട്ട് ഇന്ത്യക്ക് സാങ്കേതിക സഹായം നൽകുമെന്നാണ് ഈ ഒരു കരാറിൽ ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയിട്ടുള്ളത്. ഇതിനായി പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ജനറൽ ഇലക്ട്രിക്കൽസ് ധാരണയിലെത്തും. ഇത്തരത്തിലൊരു കരാറിനാണ് വാഷിംഗ്ടണിൽ മോദിയും അതുപോലെ തന്നെ ലോറൻസ് കൽബ് ജൂനിയറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തീരുമാനമായിട്ടുള്ളത്. ഈ ഒരു കരാർ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നാഴികക്കല്ലാണെന്ന് തന്നെ പറയാം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ ഇന്ത്യയിൽ യുദ്ധവിമാനങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ ഒരു കരാർ വഴി സാധിക്കുമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, അതിലൂടെ ഇരു രാജ്യങ്ങൾക്കും പ്രധാനപ്പെട്ട സാമ്പത്തിക ദേശീയ സുരക്ഷാ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്നതിന് ഇത്തരത്തിലൊരു അമേരിക്കയുമായി ഏർപ്പെടുന്ന ഒരു പ്രതിരോധ കരാർ വഴി സാധിക്കുമെന്നാണ് ഈ കരാറിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ, അല്ലെങ്കിൽ മോദിയും ലോറൻസ് കൽബ് ജൂനിയറും പ്രതികരിച്ചിട്ടുള്ളത്. മാത്രമല്ല, അവരുടെ GEയുടെ സഹകരണം കൂടി വരുന്നതോടെ കൂടുതൽ ഗുണനിലവാരം ഉയർത്തുന്നതിലേക്കും, അല്ലെങ്കിൽ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനും ഇത്തരത്തിലൊരു പ്രതിരോധ കരാർ സഹായകമാകുമെന്നാണ് ഇരു രാജ്യങ്ങളും ഉറച്ചു വിശ്വസിക്കുന്നത്. പക്ഷേ ഇതിലൊരു ചോദ്യം ഉയരുന്നത് എത്രത്തോളം സാങ്കേതിക സഹായം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കും എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കെ തന്നെയാണ് ഇത്തരത്തിലൊരു കരാറിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയിട്ടുള്ളത്. ഫിജി. ശരി, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സുപ്രധാന പ്രതിരോധ കരാറിൽ ഒപ്പിടും. മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിലാണ് ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്.